വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം തുടങ്ങി. 800ഓളം വരുന്ന ഹൌസ് സർജൻസി വിദ്യാർത്ഥികളും PG വിദ്യാർത്ഥികളുമാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയത്. ആദ്യ ദിനം കാഷ്വാലിറ്റിയും ICUവും ഒഴിവാക്കിയാണ് സമരം. ഡിസംബർ മാസത്തിൽ ലഭിക്കേണ്ട സ്റ്റൈപ്പൻഡ് ജനുവരി പകുതിയായിട്ടും ലഭിക്കാത്തതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 800ഓളം വരുന്ന ജൂനിയർ ഡോക്ടർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് ഇറങ്ങിയത്. മുൻപ് ഇതേ ആവശ്യവുമായി വിദ്യാർത്ഥികൾ സൂചനാ സമരം നടത്തിയിരുന്നു. ഹൗസ് സർജൻസിന് 20,000 രൂപയും PG വിദ്യാർത്ഥികൾക്ക് 45,000 രൂപയാണ് മാസം കിട്ടേണ്ടത്. ആ പൈസ ഡിസംബർ മാസത്തെ പൈസ ഡിസംബർ മാസം കഴിഞ്ഞ് ജനുവരി പകുതിയായിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. ജനുവരി ആദ്യത്തെ 7 വർക്കിംഗ് ഡേയ്സിനിടെ കിട്ടേണ്ട പൈസയായിരുന്നത് അതുവരെ കിട്ടിയിട്ടില്ല. സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ അവശ്യ സർവീസുകളായ ICU, ലേബർ റൂം, കാഷ്വാലിറ്റി സംവിധാനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ചർച്ചകളിൽ തീരുമാനമായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU സർവീസുകൾ മാത്രമേ ഇന്ന് പ്രവർത്തിക്കുകയുള്ളൂ. ഇനി അധികാരികൾ ഞങ്ങളുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കാഷ്വാലിറ്റി സർവീസും അതുപോലുള്ള അവശ്യ സർവീസുകളും പോലും നിർത്തിവെച്ച് സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകും. 800ഓളം വരുന്ന ജൂനിയർ ഡോക്ടർമാരുടെ സമരം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. റിപ്പോർട്ടർ, കോഴിക്കോട്.